ഓക്കെ, അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 144 ആണ്. ABC sold goods with a list price of 2500 to Jones, which was subject to trade discount of 5% and early settlement discount of 4%. The invoice was paid within 7 days. Normal credit period available to credit customer is 30 days. At the point of sale, expected to take the advantage ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് ആണെങ്കിൽ നമ്മളെപ്പോഴും എന്താ ചെയ്യുക, ഡിസ്കൗണ്ട് കാണിച്ചിട്ടാണ് ആൻസർ കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി ഇവിടെ 2 ഡിസ്കൗണ്ട്സ് ഉണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ടാണ്, ഒന്ന് മറ്റേതാണ്, അതായത് നമ്മളുടെ പിന്നെ സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ട്രേഡ് ഡിസ്കൗണ്ട് നിങ്ങൾക്കറിയാം 2500 എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കി 95%ലാണ് നമ്മൾ എടുക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇപ്പം ഡെബിറ്റ് റിസീവബിൾസ് ക്രെഡിറ്റ് സെയിൽസ് ആണ് നമ്മൾ റെക്കോർഡിങ് അല്ലേ? അപ്പോൾ ഇവിടെ ട്വിസ്റ്റ് എന്താണ്, നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2500 ഇൻറ്റു 95% നമുക്ക് ഓഫാണ്. 95% എടുക്കേണ്ടുള്ളൂ. അതേപോലെ ഇൻറ്റു ഫേർദർ നമുക്ക് എത്ര എടുക്കേണ്ടുള്ളൂ? 96% ആണ് എടുക്കേണ്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടുക? 2280. ഓക്കെ, അതായത് നമ്മളുടെ സെക്കൻഡ് ഓപ്ഷൻ.